എൻ്റെ ഒരു കുട്ടിക്കാലം ഞാൻ ആലോചിക്കുമ്പോൾ അന്ന് പിന്നെ ക്രിക്കറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരാളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടും. ആ വലിയ ആൻറ്റിനയാണ് ഉണ്ടാവുക. അതെ. അത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ക്ലിയർ ഇല്ലാത്തൊരു കാഴ്ചയൊക്കെയാണെന്ന് കാണാം. ഇന്നത്തെ ആ രൂപത്തിലുള്ളൊരു കാഴ്ച കാണാൻ നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളത്. അത് മാത്രമല്ല കൂട്ടം കൂടിയുള്ള ഒരുപാട് കളികളുണ്ട് അല്ല. ഈ കളികളിൽ ഒരു ടീം ജയിക്കും. അതെല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. ഒരു ടീം തോൽക്കും. ആ തോൽക്കുന്ന ടീമിനെ നന്നായി കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതെ, പ്രശ്നങ്ങൾ. അതെ. പക്ഷേ ആ ആളുകൾ അവിടുന്ന് അവസാനം തിരിച്ചു പോകണം എങ്ങനെയാണ്? വിജയിക്കണമെന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ്. തൊട്ടടുത്ത ദിവസം വരുന്നു, ചിലപ്പോൾ അവർ ജയിച്ചേക്കാം, അല്ലെങ്കിൽ തോറ്റ ടീമിനെ വീണ്ടും തോറ്റേക്കാം. ഇതൊക്കെ ലൈഫിൽ വരുന്നുണ്ട്. അതെ. പക്ഷെ ആ തോൽവികളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അന്ന് നമ്മളെ ആരെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും അപ്പോൾ തിരിച്ചു പോണ സമയത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നാളെ എന്തായാലും ഒന്നും കൂടി ഉഷാറായിട്ട് കളിച്ച് അവിടെ വിജയിക്കണം എന്നാണ്. ഇന്ന് അവിടെ മക്കളെ നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഇതുപോലുള്ള പരാജയങ്ങൾ ഉൾക്കൊള്ളാൻ അവർ മാനസികമായി തയ്യാറാവാറില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മളെ കുട്ടികളൊക്കെ ഫോണുകളിൽ വ്യത്യസ്തമായ കളികൾ കളിക്കാറുണ്ടല്ലേ. ഏത് കുട്ടികളാണെങ്കിലും ഫോണിൽ കളിക്കാറുണ്ടെന്നുള്ളതാണ്. പല ഗെയിമുകൾ കളിക്കുന്ന കുട്ടികളുണ്ട് അതെ. അല്ലേ. അല്ല, ആ കുട്ടികളെ നമ്മളൊരു ക്ലോസ് ഒബ്സർവേഷൻ, ഒരു വളരെ അടുത്ത് ഇരുന്നൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റണം എന്താ അറിയും, അവരെങ്ങാനും തോൽക്കാൻ പോകുന്ന നിമിഷം എന്ത് ചെയ്യുന്നവരോ അവരത് ഓഫ് ആയി. ഒന്നുകിൽ ഓഫാക്കും, അല്ലെങ്കിൽ ആ ഗെയിം സ്റ്റോപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അടുത്ത ഗെയിമിലേക്ക് അവർ പോകുന്നില്ല. അതെ. എന്താണ് സൂചിപ്പിക്കണത്? അവർക്ക് തോൽക്കാൻ ഇഷ്ടമില്ല. തോൽക്കാൻ ഇഷ്ടമല്ല, ഞങ്ങൾ തോൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, അതെ, തോൽക്കാൻ ഞങ്ങൾ റെഡിയല്ല എന്നുള്ളത്. അതെ, അതെ. അപ്പം അത് ജീവിതത്തിൽ ഒരു കളിയിലാണെങ്കിലോ പോട്ടെ, അത് നമുക്ക് ഒഴിവാക്കാം. പക്ഷെ അത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ തോൽവികൾ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യരുടെ ഒരു അവസ്ഥ ആലോചിക്കുകയെങ്കിൽ ബാക്കിയുള്ള ഏത് ജീവജാലങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അവയ്ക്കൊക്കെ ജന്മനാ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സിദ്ധികൾ, ഒരുപാട് സ്കില്ലുകൾ, ഒരുപാട് കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോഴീൻ്റെ കുഞ്ഞാണെങ്കിൽ അത് ആ മുട്ടയിൽ നിന്നും വിരിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ ആ തള്ളയുടെ കൂടെ അങ്ങനെ പോയി കൊത്തി പെറുക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പം വളരെ വിത്തിൻ ഫ്യൂ ഡേയ്സ് അല്ലേ, വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിന് സാധിക്കുന്നുണ്ട്. ഒരു പശു പ്രസവിച്ച ഉടനെ തന്നെ അതിന് കുഞ്ഞെന്ത് ചെയ്യുന്നുണ്ട്, ആ പശുക്കുട്ടി അതിൻ്റെ അകിടിലേക്ക് സ്വയം നടന്നു പോവുകയും പാല് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് മൃഗങ്ങളെടുത്ത് പരിശോധിച്ചാണെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ മനുഷ്യരുടെ ജീവിതം അങ്ങനെയല്ല ഇല്ല. നമ്മളൊരു നിസ്സഹായാവസ്ഥയിലാണ് ജനിച്ചു വീഴുന്നത്. വെറും കരയാൻ മാത്രമാണ് ചെറിയൊരു കുട്ടിക്ക് സാധിക്കുന്നത്. പക്ഷെ എന്നാൽ കരയും, ഒരു ഉറുമ്പ് കടിച്ചാൽ കരയും, എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അപ്പോഴും കരയാണ്. ആ രൂപത്തിലാണ് ചെറിയ കുഞ്ഞു മക്കൾ. പിന്നെ അവിടുന്ന് പതുക്കെ ഒന്ന് കിടത്തിയിടുന്ന എന്ത് ചെയ്യും, കമിഴാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. ഒരു ദിവസം കൊണ്ട് കഴിയില്ല, ഒരാഴ്ച കൊണ്ട് കഴിയില്ല, ഒരുപാട് തവണ ഇതിങ്ങനെ പരിശ്രമിച്ച് ശ്രമിക്കും, തോൽക്കും, വീണ്ടും ശ്രമിക്കും, തോൽക്കും, വീണ്ടും ശ്രമിക്കും. ഇങ്ങനെ നിരന്തരം തോറ്റാണ് എന്ത് ചെയ്യണത്, ഒരു ദിവസം എന്ത് ചെയ്യണത്, ഈ കമിഴ്ന്ന് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അവസാനം ഈ കമിഴ്ന്നോടൊന്ന് ഒന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് നോക്കും. ഒരു ദിവസം കൊണ്ട് കഴിയില്ല, ഒരു അറ്റംപ്റ്റ് കൊണ്ട് കഴിയില്ല, നിരന്തരം ദിവസങ്ങളോളമുള്ള പരിശ്രമം കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഒന്ന് ആ കമിഴ്ന്ന് കിടന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പതിയെ മുട്ട് കുത്താൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇരിക്കാൻ തുടങ്ങുന്നു. ഇരിക്കുന്നിടന്ന് പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളുടെ ആഴ്ചകളുടെ പരിശ്രമങ്ങൾ. ഇതൊക്കെ എന്താണ്, മനുഷ്യ നീ ഒരുപാട് തോൽവികൾ അനുഭവിച്ചിട്ട് വേണം നീ വിജയിക്കാൻ അല്ലേ. ഇതാണ് ശരിക്കും. അപ്പോൾ നമ്മുടെ ഒരു സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണെങ്കിൽ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. അത് എന്നേക്കുമുള്ളൊരു പരാജയമല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബോധപൂർവ്വമായ ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം മനസ്സിൽ കണ്ടല്ലേ. ഞാൻ ജനിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നല്ലോ, ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ രൂപത്തിലേക്ക് ഞാൻ എത്തിയല്ലോ. അപ്പോൾ ഇനിയും നേട്ടങ്ങൾ നേടാനും നല്ല കാര്യങ്ങളിലേക്ക് എത്താനൊക്കെ എനിക്ക് സാധിക്കും. ഈ ഒരു ഇപ്പോഴുള്ള ഞാൻ ഈ തോറ്റ, അല്ലെങ്കിൽ ഞാൻ ഈ പരാജയപ്പെട്ട ഈ ഒരു അവസരത്തിനെ ഞാൻ സ്വന്തം ഒന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്.